മിഡിൽ ഈസ്റ്റ് രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും നിർണായകവും വഴിത്തിരിവുണ്ടാക്കുന്നതുമായ ഒരു പ്രഖ്യാപനത്തിനാണ് കഴിഞ്ഞ മണിക്കൂറുകൾ സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. പതിറ്റാണ്ടുകളായി ചോരപ്പുഴയൊഴുക്കിയ ഗാസയിൽ സമാധാനത്തിന്റെ വെള്ളി വെളിച്ചം വീശിയിരിക്കുന്നു. ഹമാസിനെ പൂർണ്ണമായി നിരായുധരാക്കിക്കൊണ്ട് ഗാസയിൽ ശാശ്വത സമാധാനം സ്ഥാപിക്കുന്നതിനുള്ള ചരിത്രപരമായ ഒരു കരാറിലെത്തിയതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇത് വെറുമൊരു വെടിനിർത്തൽ കരാർ മാത്രമല്ല, മറിച്ചൊരു പുതിയ പലസ്തീൻ ഭരണകൂടത്തിന്റെ പിറവിക്കും മേഖലയിലെ സുസ്ഥിരതയ്ക്കും അടിത്തറയിടുന്ന ഒന്നാണ്. ഗാസയിൽ ഹമാസ് ഉൾപ്പെടെയുള്ള എല്ലാ സായുധ സംഘങ്ങളും തങ്ങളുടെ ആയുധങ്ങൾ പൂർണ്ണമായും ഉപേക്ഷിക്കും. ആയുധങ്ങൾ കൈമാറുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഹമാസ് നേതൃത്വവും പ്രാഥമിക ധാരണയിലെത്തിയതായി അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. നിരായുധീകരണ പ്രക്രിയ പൂർണ്ണമാകുന്ന മുറയ്ക്ക് ഗാസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം ഘട്ടം ഘട്ടമായി പിൻവാങ്ങും. ആയുധധാരികളായ സംഘങ്ങളുടെ ഭീഷണി ഒഴിയുമ്പോൾ ഇസ്രായേൽ തങ്ങളുടെ സേനയെ പൂർണ്ണമായി പിൻവലിക്കുമെന്നാണ് കരാർ വ്യവസ്ഥ ചെയ്യുന്നത്. ഇന്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സും പുതിയ പോലീസ് സേനയും, അതായത് ഇസ്രായേൽ സൈന്യം പിൻവാങ്ങിയ ശേഷം ഗാസ നിവാസികൾക്ക് പൂർണ്ണമായ സുരക്ഷയൊരുക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് രംഗത്തിറങ്ങും. ഇവർ പുതിയതായി രൂപീകരിക്കുന്ന പലസ്തീൻ പോലീസ് സേനയുമായി ചേർന്ന് ഗാസയിലെ ക്രമസമാധാനം ഉറപ്പുവരുത്തും. ഈ സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് പിന്നാലെ ഗാസയിൽ തികച്ചും സ്വതന്ത്രവും ജനകീയവുമായ ഒരു പുതിയ പലസ്തീൻ ഭരണകൂടം നിലവിൽ വരും. ഇത് പതിറ്റാണ്ടുകളായി ദുരിതമനുഭവിക്കുന്ന സാധാരണക്കാരായ ജനങ്ങൾക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള അവസരമൊരുക്കും. ഈ കരാർ യാഥാർത്ഥ്യമാകുന്നതിന് പിന്നിൽ ശക്തമായ നയതന്ത്ര നീക്കങ്ങളാണ് നടന്നിട്ടുള്ളത്. അമേരിക്ക ഒറ്റയ്ക്കല്ല ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത്. മധ്യസ്ഥരായി പ്രവർത്തിച്ച ഈജിപ്ത്, ഖത്തർ, തുർക്കി എന്നീ രാജ്യങ്ങളുടെ ശക്തമായ ഇടപെടലുകളെയും ആത്മാർത്ഥമായ ശ്രമങ്ങളെയും ഡൊണാൾഡ് ട്രംപ് തന്റെ പ്രഖ്യാപനത്തിൽ പ്രത്യേകമായി എടുത്തു പറയുകയും നന്ദി അറിയിക്കുകയും ചെയ്തു. മാത്രമല്ല, ഹമാസ് നേതൃത്വത്തിലെ മുതിർന്ന വ്യക്തികളെയും ആയുധങ്ങൾ ഉപേക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ ക്രിയാത്മകമായി പങ്കെടുത്തതായി സ്ഥിരീകരണങ്ങൾ വന്നിട്ടുണ്ട്. ഇസ്രായേൽ സൈന്യത്തെ ഘട്ടം ഘട്ടമായി പിൻവലിക്കുന്നതിലെ ധാരണ ഇരു വിഭാഗങ്ങൾക്കുമിടയിലെ വിശ്വാസക്കുറവ് പരിഹരിക്കാൻ സഹായിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. എന്നിരുന്നാലും ഈ ചരിത്രപരമായ പ്രഖ്യാപനത്തിനിടയിലും നിലവിലെ സാഹചര്യം പൂർണ്ണമായും ശാന്തമല്ല എന്നത് നാം കാണേണ്ടതുണ്ട്. ട്രംപിന്റെ കരാർ പ്രഖ്യാപനം പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെയും ഗാസയിൽ ഇസ്രായേൽ ആക്രമണങ്ങൾ തുടരുകയാണെന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. കഴിഞ്ഞ ദിവസം ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ഷെല്ലാക്രമണത്തിൽ 2 കുട്ടികൾ ഉൾപ്പെടെ 4 സാധാരണക്കാരാണ് ദാരുണമായി കൊല്ലപ്പെട്ടത്. കരാറിന്റെ പൂർണ്ണരൂപം നടപ്പിലാക്കുന്നതുവരെയും നിലവിലുള്ള സംഘർഷങ്ങൾ പൂർണ്ണമായി അവസാനിക്കില്ല എന്നതിന്റെ സൂചനയാണിത്. ഇസ്രായേൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഈ കരാറിനോട് ഇതുവരെ ഔദ്യോഗികമായ പ്രതികരണങ്ങൾ ഒന്നും തന്നെ വന്നിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ഇസ്രായേൽ മന്ത്രിസഭ ഈ കരാറിനെ പൂർണ്ണമായി അംഗീകരിക്കുമോ അതോ പുതിയ ഉപാധികൾ മുന്നോട്ട് വെക്കുമോ എന്നത് വരും ദിവസങ്ങളിൽ മാത്രമേ വ്യക്തമാകൂ. എങ്കിലും അന്താരാഷ്ട്ര സമ്മർദ്ദവും ട്രംപിന്റെ ശക്തമായ നിലപാടും ഇസ്രായേലിനെ അനുരഞ്ജനത്തിലേക്ക് നയിക്കുമെന്നാണ് നയതന്ത്ര വിദഗ്ധർ പ്രതീക്ഷിക്കുന്നത്. വർഷങ്ങളായി നീണ്ടുനിന്ന യുദ്ധത്തിൽ തകർന്നടിഞ്ഞ ഗാസയെ വീണ്ടും കെട്ടിപ്പടുക്കുക എന്നത് വലിയൊരു വെല്ലുവിളിയാണ്. ബോർഡ് ഓഫ് പീസ് ഇതിനായി വലിയ പദ്ധതികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. തകർന്നു വീണ കെട്ടിടങ്ങളും റോഡുകളും ആശുപത്രികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പുനർനിർമ്മിക്കുക മാത്രമല്ല, ഗാസയിലെ ജനങ്ങൾക്ക് സാമ്പത്തികമായി മെച്ചപ്പെട്ട ഒരു ജീവിതം ഉറപ്പാക്കുക എന്നതാണ് ഈ അന്താരാഷ്ട്ര സംഘടനയുടെ ലക്ഷ്യം. ആരോഗ്യം, വിദ്യാഭ്യാസം, തൊഴിൽ തുടങ്ങിയ മേഖലകളിൽ വൻതോതിലുള്ള നിക്ഷേപങ്ങൾ എത്തിക്കാനും ഗാസയെ മിഡിൽ ഈസ്റ്റിലെ ഒരു പ്രമുഖ സാമ്പത്തിക കേന്ദ്രമാക്കി മാറ്റാനുമുള്ള രൂപരേഖയും ചർച്ചയിലുണ്ട്. പുതിയ പലസ്തീൻ ഭരണകൂടത്തിന് കീഴിൽ സുതാര്യമായ ഒരു ഭരണം യാഥാർത്ഥ്യമാക്കാനും ബോർഡ് ഓഫ് പീസ് മേൽനോട്ടം വഹിക്കും. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ, പതിറ്റാണ്ടുകളായി തുടരുന്ന രക്തച്ചൊരിച്ചിലിനും കണ്ണീരിനും വിരാമമിടാൻ പോകുന്ന ഒരു സുവർണ അവസരമാണ് ഇപ്പോൾ ഗാസയ്ക്ക് മുന്നിൽ തുറക്കപ്പെട്ടിരിക്കുന്നത്. ഹമാസിന്റെ നിരായുധീകരണവും ഇസ്രായേൽ സൈന്യത്തിന്റെ പിന്മാറ്റവും അന്താരാഷ്ട്ര സുരക്ഷാ സേനയുടെ സാന്നിധ്യവും ഒരേ സമയം യാഥാർത്ഥ്യമായാൽ അത് പലസ്തീൻ ജനതയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവായിരിക്കും. വെല്ലുവിളികളും പ്രതിസന്ധികളും ഇനിയും ഒരുപാടുണ്ടാകും. ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നുള്ള പ്രതികരണങ്ങളും കരാറിന്റെ പ്രായോഗിക നടപ്പാക്കലും വരും ദിവസങ്ങളിൽ നിർണായകമാകും. എങ്കിലും ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിലുള്ള ബോർഡ് ഓഫ് പീസിന്റെ ഈ ഇടപെടൽ ഗാസയിലെ ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് പുതിയൊരു നാളെക്കുറിച്ചുള്ള വലിയ പ്രതീക്ഷയാണ് സമ്മാനിക്കുന്നത്. 2026 തുടക്കത്തിൽ ഡാവോസിൽ വെച്ചാണ് ഡൊണാൾഡ് ട്രംപ് ചെയർമാനായി ബോർഡ് ഓഫ് പീസ് ഔദ്യോഗികമായി നിലവിൽ വന്നത്. UN സുരക്ഷാ കൗൺസിൽ പ്രമേയത്തിന്റെ പിന്തുണയോടെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഗാസയുടെ ദൈനംദിന കാര്യങ്ങളും പുനർനിർമ്മാണ പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുന്നത് നാഷണൽ കമ്മിറ്റി ഫോർ ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഗാസ എന്ന പേരിലുള്ള സാങ്കേതിക വിദഗ്ധരടങ്ങുന്ന പലസ്തീൻ സമിതിയാണ്. കരാറിന്റെ ആദ്യഘട്ടങ്ങളിൽ ഇരുവിഭാഗവും ബന്ദികളെയും തടവുകാരെയും ഘട്ടം ഘട്ടമായി മോചിപ്പിക്കുക എന്ന വ്യവസ്ഥയുണ്ടായിരുന്നു. സമാധാനപരമായ സഹജീവിതത്തിന് തയ്യാറാക്കുകയും ആയുധങ്ങൾ പൂർണ്ണമായി ഉപേക്ഷിക്കുകയും ചെയ്യുന്ന ഹമാസ് അംഗങ്ങൾക്ക് പൊതുമാപ്പ് നൽകും. ഗാസ വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നവർക്ക് മറ്റ് രാജ്യങ്ങളിലേക്ക് സുരക്ഷിതമായി പോകാനുള്ള വഴിയൊരുക്കും. ഗാസയിലേക്ക് യാതൊരുവിധ തടസ്സങ്ങളുമില്ലാതെ മാനുഷിക സഹായങ്ങളും വെള്ളം, വൈദ്യുതി, ആരോഗ്യ സേവനങ്ങൾ എന്നിവ പുനഃസ്ഥാപിക്കുന്നതിനുള്ള സാമഗ്രികളും എത്തിക്കും. റഫ അതിർത്തി വഴിയുള്ള യാത്രയും സുഗമമാക്കും. ട്രംപ് പ്രഖ്യാപനം നടത്തിയെങ്കിലും ഇസ്രായേൽ സർക്കാർ ഈ കരാറിലെ വ്യവസ്ഥകളോട് പൂർണ്ണമായും അനുകൂലമായി പ്രതികരിച്ചിട്ടില്ല. ഹമാസ് വാക്കുപാലിക്കുമോ എന്ന കാര്യത്തിൽ ഇസ്രായേലിന് ഇപ്പോഴും ആശങ്കയുണ്ട്. അമേരിക്കയും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളും ഇതിനെ പിന്തുണയ്ക്കുമ്പോൾ ചില പാശ്ചാത്യ രാജ്യങ്ങൾ ഇതിന്റെ പ്രവർത്തന രീതികളെയും അന്താരാഷ്ട്ര സംവിധാനങ്ങളിലെ അധികാര കൈമാറ്റങ്ങളെയും കുറിച്ച് സംശയങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്.